ആത്മകഥാ വിവാദത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് CPIM സെക്രട്ടേറിയറ്റിലും ആവർത്തിച്ചിരിക്കുകയാണ് EP ജയരാജൻ. DGPക്ക് പരാതി കൊടുത്തത് തനിക്കൊന്നും ഒളിക്കാനില്ലാത്തതുകൊണ്ടെന്നും EP പറഞ്ഞു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും VS അനു ആണ് ചേരുന്നത്. VS അനു, എന്തായാലും EP ജയരാജൻ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. തനിക്കൊന്നും ഒളിക്കാനില്ല എന്നും ഗൂഢാലോചനയെന്നും ആണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലും ആവർത്തിച്ചിരിക്കുന്നത്. EP പറഞ്ഞത് എത്തരത്തിലാണ് പാർട്ടി മുഖവിലക്കെടുക്കുക? സ്വാതി, ഇന്ന് ചേർന്ന CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് EP ജയരാജൻ തൻ്റെ നിലപാട് ആവർത്തിച്ചത്. അദ്ദേഹം വീണ്ടും ഇക്കാര്യത്തിൽ ഒരു ഗൂഢാലോചന വാദം തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് താൻ എഴുതാത്ത, താൻ പരാമർശിക്കാത്ത കാര്യങ്ങളാണ് തൻ്റെ പേരിൽ ഇപ്പോൾ തൻ്റെ ആത്മകഥ എന്ന പേരിൽ പുറത്ത് വന്നത്. താൻ ഇപ്പോഴും പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അത് പൂർത്തിയായിട്ടില്ല. അതിന് പിന്നാലെ ഇങ്ങനെ ഒരു തൻ്റെ പേരിലുള്ള ചില പരാമർശങ്ങൾ വന്നതിന് പിന്നിൽ ചില രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും EP വ്യക്തമാക്കി. ഏതായാലും തൻ്റെ നിലപാട് അദ്ദേഹം പറഞ്ഞു. ഏതായാലും പാർട്ടി ഇക്കാര്യത്തിൽ ഒരു ചർച്ചയിലേക്ക് കടന്നില്ല. അദ്ദേഹത്തിൻ്റെ നിലപാട് കേൾക്കുകയും അതിനുശേഷം ഇതിലൊരു വിശദമായ ചർച്ചയിലേക്ക് പോയില്ല. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ചർച്ചയിലേക്ക് പോകുന്നത് നിലവിൽ പാർട്ടിക്ക് തന്നെ പ്രതിരോധത്തിലേക്ക് മാറ്റും എന്ന് വ്യക്തമായതോടുകൂടിയാണ് തൽക്കാലം ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഈ വിഷയം വരുന്ന അടുത്ത ആഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്യാനാണ് CPMൻ്റെ തീരുമാനം. EP-യുടെ വാക്കുകളെ പൂർണ്ണമായും പാർട്ടി മുഖവിലക്കെടുത്തു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെതായി എന്ന് പറയുന്ന തൻ്റെ പരാമർശങ്ങൾ തന്നെയാണ് ഒരുപക്ഷെ പുറത്തു വന്നത്. പ്രത്യേകിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇങ്ങനെ ഒരു പരാമർശം വരുന്നത് പാർട്ടിക്കുണ്ടാക്കുന്ന പ്രതിരോധം, അതുമായി പാർട്ടിക്കുണ്ടാക്കുന്ന പ്രതിസന്ധിയും, ഇത്തരം കാര്യങ്ങളിലൊക്കെ പാർട്ടി നേതാക്കൾക്ക് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട്. മാത്രമല്ല, ചില നേതാക്കൾക്കെങ്കിലും ഇക്കാര്യത്തിൽ അതൃപ്തിയുമുണ്ട്. കാരണം പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന നടപടികളാണ് പല ഘട്ടങ്ങളിൽ EP-യുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. ഇത് ഇങ്ങനെ നിരന്തരമായി ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നതിൽ പാർട്ടിയിലെ നേതാക്കൾക്ക് വലിയ രീതിയിലുള്ള ഒരു അതൃപ്തിയും EP-യോടുണ്ട്. ഏതായാലും EP-യുടെ വിശദീകരണമാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അദ്ദേഹം നൽകിയത്. സ്വാതി. VS അനു, എന്തായാലും EP ജയരാജൻ DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. DGP ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തും. പാർട്ടി ഏതെങ്കിലും തരത്തിൽ ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്താൻ മുൻകൈ എടുക്കുമോ? അത്തരം എന്തെങ്കിലും വിവരം ലഭ്യമാണോ? സ്വാതി, അല്പസമയത്തിന് ശേഷം 2:30 പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടി തീരുമാനത്തിലേക്ക് ഈ അന്വേഷണം പോലുള്ള കാര്യങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അറിയിക്കും. പക്ഷേ നിലവിൽ അങ്ങനെ ഉള്ളതിൻ്റെ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുമില്ല. EP ജയരാജൻ്റെ പരാതി കഴിഞ്ഞ ദിവസം DGPക്ക് നൽകിയ പരാതി ഇപ്പോൾ അന്വേഷണത്തിനായി കോട്ടയം SP-ക്ക് കൈമാറിയിട്ടുണ്ട്. അദ്ദേഹം FIR രജിസ്റ്റർ ചെയ്യാതെ ഒരു പ്രാഥമിക അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തുകയും ചെയ്യും. ഏതായിരുന്നാലും ഈ വിഷയത്തിൽ പാർട്ടി വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല ഘട്ടങ്ങളിൽ ഇങ്ങനെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന നിലപാട്, പ്രത്യേകിച്ച് ഈ പാർട്ടി ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ നേരിടുന്ന ഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നത് പാർട്ടി നേതാക്കൾക്ക് EP-യോട് ഒരു അതൃപ്തി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇന്നത്തെ EP-യുടെ വിശദീകരണം അടുത്ത ആഴ്ച ചേരുന്ന CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്യും. സ്വാതി. ശരി VS അനു.